നമസ്കാരം, എല്ലാവർക്കും വിൻമയ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു ബണ്ണിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. അതിന് വേണ്ടി ഞാനിവിടെ ഇളം ചൂടുള്ള പാലെടുത്തിട്ടുണ്ട്. ചെറിയ ചൂടേ കൊണ്ട് അതിലേക്ക് 1 ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കണം. 1 ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, 2 ടേബിൾ സ്പൂൺ. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഒരു 5 മിനിറ്റിനുള്ളിൽ ഇത് നന്നായിട്ട് പൊങ്ങി വരും, വേഗം പൊങ്ങി വരും. അപ്പോൾ ഞാനിവിടെ 2.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂണ് മിൽക്ക് പൗഡർ എടുത്തിട്ടുണ്ട്, പാൽപ്പൊടി. അതിട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ 1/4 ടീസ്പൂൺ ഉപ്പ് അതിട്ട് കൊടുക്കുക. ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ച പാലും ഈസ്റ്റും പഞ്ചസാരേൻ്റെ മിക്സിയിൽ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഇതൊന്ന് കുഴച്ചു കൊടുക്കാം. നമുക്ക് ഒരു ഒട്ടിപ്പിടിക്കുന്ന മാവിൻ്റെ പരുവത്തിലാണ് നമുക്കിത് കിട്ടേണ്ടത്. നല്ല കുറച്ച് ലൂസായിട്ടുള്ള പരുവത്തിലേക്ക് നമുക്ക് കുഴച്ചതുപോലെ ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ കൈ നന്നായിട്ട് ഒട്ടിപ്പിടിക്കും. അതുകൊണ്ട് ഞാനൊന്ന് കൈ ഒന്ന് കഴുകിയിട്ടുണ്ട്. ഇനി ഒരു ടീസ്പൂണിൻ്റെ കണക്കിന് കുറച്ച് എണ്ണ എടുത്തിട്ട് കയ്യിലൊന്നാക്കിയിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. കുഴച്ചെടുക്കും തോറും നമ്മളെ കയ്യിൽ ഒട്ടിപ്പിടിച്ചുകൊണ്ട് വെക്കും. എന്നാലും കുറച്ച് ഒരു 2 ഡ്രോപ്പ് വീതം നമ്മൾ ഓയിൽ ആക്കിയിട്ട് കുഴച്ചെടുക്കണം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഡോ ആക്കിയിട്ട് ഇതെടുക്കണം. അപ്പോൾ നമുക്ക് ഇനി മാവ് കൗണ്ടർ ടോപ്പിലിട്ടിട്ട് കുറച്ചും കൂടി ഒന്ന് കുഴച്ചെടുക്കാം. അതിന് കുറച്ച് എണ്ണയും കൂടി ഒന്ന് ആക്കിയിട്ട് കുറച്ച് ഒരു 2 തുള്ളി എണ്ണ ആക്കിയിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഒരു 10 മിനിറ്റ് ഇതൊന്ന് കുഴച്ചെടുക്കാം നമുക്ക്. അപ്പോൾ നമ്മൾ മാവ് ഞാനിവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതിങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കണം. നല്ല ബണ്ണിന് നല്ല സോഫ്റ്റ് കിട്ടും. ഇങ്ങനെയാക്കി നമുക്കിതിന് ഒരു 2 മണിക്കൂർ ഏകദേശം പൊങ്ങേണ്ട സമയം ഒരു ഡബിൾ ആവണം. നമ്മൾ ഈ ബണ്ണിൻ്റെ സൈസ്, ഈ മാവിൻ്റെ സൈസ് ഡബിൾ ആവുന്നവരെ പൊങ്ങാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ പാത്രത്തിലേക്ക് വെച്ചിട്ട് കുറച്ച് എണ്ണ ഒന്ന് അതിൻ്റെ മുകളിൽ കുറച്ച് എണ്ണ ഒന്ന് ആക്കി കൊടുത്തിട്ട് നമുക്കിത് പൊങ്ങാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ നമുക്കിത് അടച്ചു. ഇനി ഒന്നും കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് കുഴച്ച് കൊടുത്താൽ മതി, അധികം ബാറാക്കിയിട്ട് കുഴക്കണ്ട. ഇനി നമുക്കിതിൽ നിന്ന് ഓരോരോ ഷേപ്പിൽ നമുക്ക് വേണ്ടുന്ന എത്ര എണ്ണം വേണോ ഇതിൽ നിന്ന് അത്രയും എടുക്കുക. കുറച്ച് മാവ് എടുത്തിട്ട് ഇതുപോലെ എടുക്കുക. എന്നിട്ട് ഇതിങ്ങനെ ഉള്ളിലായിട്ട് ഇങ്ങനെ ഷേപ്പാക്കി കൊടുക്കുക. ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ ബേക്ക് ചെയ്യാൻ പോകുന്നത്, ഞാനിപ്പോൾ ഓവനിലല്ല കുക്കറിലും വേറെ പാത്രത്തിലുമാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ പാത്രത്തിൽ നമ്മൾ ഏതിലാണോ ചെയ്യുന്നത് അതിലേക്ക് എടുത്തു വെക്കാം. അപ്പോൾ ഇതുപോലെ ഓരോന്നും ഇതുപോലെ നമുക്ക് ഈ ഇഡ്ഡലി തട്ടിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ 2 പാത്രത്തിലും ഞാൻ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ചും കൂടി ഒന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് ഒരു തുണീനെ കൊണ്ട് നന്നായിട്ടൊന്ന് മൂടി വെക്കാം നമുക്ക്. അപ്പോൾ ഇനി നമുക്കൊരു മുട്ട ഒന്ന് ഉടക്കാം. അതിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം. ഇനി ഈ മുട്ട തിന്നാത്ത വെജിറ്റേറിയൻകാരാണെങ്കിൽ ഇത് ചേർക്കണ്ട. ഇതിന് പകരം കുറച്ച് പാലും പഞ്ചസാരയും മിക്സ് ആക്കിയാൽ മതി. ഞാനിപ്പോൾ മുട്ടയാക്കിയതേ ഉള്ളൂ. മാവെല്ലാം പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ആദ്യം ഇതിലേക്ക് നമ്മൾ മിക്സാക്കി വെച്ച എഗ് മിക്സ് ഇല്ലേ, നമ്മൾ ബേക്ക് ചെയ്യാൻ പോകുന്നതിൻ്റെ തൊട്ട് മുമ്പിലാണ് ഈ എഗ് വാഷ് ചെയ്യേണ്ടത് കേട്ടോ, അതിന് മുമ്പേ ചെയ്യേണ്ട. പിന്നെ നമുക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ച് വെളുത്ത എള്ളില്ലേ, അത് ഇതിൻ്റെ മുകളിൽ കുറച്ചൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഇഡ്ഡലി പാത്രം ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്കിത് 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി നമ്മൾ റെഡിയാക്കി വെച്ച ഈ ബണ്ണിൻ്റെ മിക്സ് ഇതിൽ വെച്ച് കൊടുക്കാം. നമുക്ക് അടച്ചു വെക്കാം. അതുപോലെ തന്നെ ഞാനിവിടെ ഒരു കുക്കർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിലും അതുപോലെ തന്നെ നമ്മൾ എടുത്തു വെച്ച മിക്സ് 10 മിനിറ്റ് ഞാൻ പ്രീ ഹീറ്റ് ചെയ്തതാണ് കുക്കർ. അപ്പോൾ അതിലും ഈ മിക്സ് വെച്ച് കൊടുക്കാം. ഇനി നമുക്കൊരു
15-20 മിനിറ്റോളം ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇല്ലേ പിന്നെ അടി കരിഞ്ഞു പോകും. കുറച്ച് ഫ്ലെയിം കൂടിയിട്ടുണ്ടെങ്കിൽ അടി കരിഞ്ഞു പോകും, അത് നല്ലോണം ശ്രദ്ധിക്കണം. ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് കളറെല്ലാം ബന്നിന് നല്ല കളറെല്ലാം വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മെല്ലെ കൈ കൊള്ളാണ്ട് എടുക്കാം. അപ്പോൾ ചൂടോടുകൂടി തന്നെ നമുക്ക് കുറച്ച് ബട്ടർ ഒന്ന് ആക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇത് ഒരു ടവൽ കൊണ്ട് പൊത്തിയിട്ട് തണിഞ്ഞതിന് ശേഷം നമുക്ക് കഴിക്കാൻ എടുക്കാം. അപ്പോൾ നമുക്ക് അടുത്ത വെച്ച കുക്കറിൽ വെച്ച ബണ്ണും കൂടി ഒന്ന് എടുക്കാം. നമുക്ക് ഇതിലും ചൂടോടുകൂടി തന്നെ ബട്ടർ ഒന്ന് തേച്ച് കൊടുക്കാം. അതിൻ്റെ അപ്പം തന്നെ നമുക്ക് ഒരു ടവൽ ഇട്ടിട്ട് അത് മൂടി വെക്കാം. അപ്പോൾ നമ്മളെ ബണ്ണെല്ലാം ഇതുപോലെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബണ്ണാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതേപോലെ ഈ റെസിപ്പി ഒന്ന് ചെയ്ത് നോക്കണം. നമുക്ക് വീട്ടിൽ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള ബണ്ണുണ്ടാക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാം ഒന്ന് ഷെയർ ചെയ്യുക, പിന്നെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.